നമുക്ക് അലീനയുടെയും മനുഷ്യൻ കണ്ടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അലീനയോട് സ്റ്റാൻലി പറഞ്ഞു, നിന്നോട് കയറാനല്ലേ പറഞ്ഞത്. ഒരു നിമിഷം അലീന ഒന്ന് ശങ്കിച്ചു നിന്നു. പറഞ്ഞാൽ എന്താ, നിനക്ക് അനുസരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. പെട്ടെന്ന് അലീന വന്ന് ഫ്രണ്ടിലേക്ക് കയറി. അവത് കുടിച്ചാൻ പിന്നാലെ കയറി. അവത് കുടിച്ചാൻ വിനോദിനോട് ചോദിച്ചു, എടാ നീ വരുന്നില്ലേ, നീ കയറുന്നില്ലേ? സ്റ്റാൻലി പറഞ്ഞു, വേണ്ട അവൻ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി ജീപ്പ് എടുത്തു, അവരും കൂടെ പോയി. ആൻ്റപ്പൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അലീന, അവളെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. കൊള്ള, ഇത്രയും കാലം കേണൽ സാബൻ്റെ ഈ മോൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ആൻ്റപ്പൻ പറഞ്ഞു, ആ ഇപ്പം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി. പിന്നീട് സ്റ്റാൻലി തോട്ടത്തിൽ കൂടെ കാർ ഓടിച്ച് പോവാണ്. അലീന അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് വണ്ടി നിർത്തി. കണ്ടില്ലേ എങ്ങനെയുണ്ട്, റോഡിന് താഴെ മുകളിലുമായിട്ട് 150 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരാളുടെ കൈവശം ഇരുന്നതാ, മൊത്തം കുറ്റിക്കാടായിരുന്നു, ഞാനാണ് ഈ വീതം ആക്കിയെടുത്തേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിന് തൊഴിലാളികളല്ലേ ഇങ്ങനെ ആക്കിയെടുത്തത്, സ്വന്തമായിട്ടൊന്നും അല്ലല്ലോ. ഓ തൊഴിലാളികൾ ഇങ്ങനെ ആക്കണമെങ്കിൽ വെറുതെ അല്ലല്ലോ, ഞാൻ കൂലി കൊടുത്ത അവരെ കൊണ്ട് ചെയ്യിച്ച, അല്ലാതെ വെറുതെ നടക്കത്തൊന്നുമില്ലല്ലോ. അതെ, കൂലി കൊടുത്താലും തൊഴിലാളികളല്ലേ ചെയ്തേ, അവരില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അലീനെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും സ്റ്റാൻലി അവത് കുടിച്ചാലോട് ചോദിച്ചു, അല്ല നമ്മൾ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നില്ലെന്ന് ചോദിച്ചു. മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, അല്ല ഇനി അവൾക്ക് ബുദ്ധി കുറവ് മറ്റോ ഉണ്ടോ? കുറവെന്നല്ല, ഇത്തിരി കൂടുതലാ. കാരണം നീ പറഞ്ഞേ ശരി, അവൾ പറഞ്ഞ ഉത്തരവ് ശരിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി അവത് കുടിച്ചാനെ നോക്കി. അപ്പോഴേക്കും അലീന അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വീണ്ടും അവരുടെ അരിയിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിലേ ഇതിനകത്തുനിന്ന് കുറേ പൈസ കിട്ടുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, കിട്ടൂ, ഒരു ദിവസം 1 ലക്ഷം രൂപ അങ്ങനെ കിട്ടുമായിരിക്കും ആവറേജ്. പിന്നെ മാസം 10-30 ലക്ഷം രൂപ കിട്ടുമല്ലേന്ന് ചോദിച്ചു. അതെ, അത്രയൊക്കെ കിട്ടും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 1 കോടി രൂപയെങ്കിലും ലാഭം കിട്ടുമായിരിക്കും. അല്ല ഈ പൈസയൊക്കെ എന്ത് ചെയ്യുവാന്ന് ചോദിച്ചു. അതോ തോട്ടത്തിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കും, കാരണം ഇതിന് മരുന്നടിക്കണം, അങ്ങനെ തൊഴിലാളികളോട് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല സംഭാവനകൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. കൊടുക്കാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, പള്ളികൾക്ക്, അങ്ങനെ അവർക്കൊക്കെ കൊടുക്കണമെന്ന് എനിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ കൊടുക്കാനായിട്ട് നിർബന്ധിതനാവുന്നതാന്ന് പറഞ്ഞു. അല്ല അവർക്കൊക്കെ മാത്രമേ കൊടുക്കാറുള്ളൂ, പിന്നെ അല്ല നമ്മൾ മനസ്സലിവോട് കൂടിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാറില്ലേന്ന് ചോദിച്ചു. മനസ്സലിവോട് കൂടിയിട്ടോ? അതെ, പാവങ്ങളായ ആളുകൾക്ക്, ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക്, അതുപോലെ പഠിക്കാനായിട്ട് കഴിവുണ്ടായിട്ടും പഠിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്, അതുപോലെ ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാത്തവർക്ക്, അനാഥാലയങ്ങൾക്ക്, അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോന്ന് ചോദിച്ചു. അതെ, അതൊന്നും എൻ്റെ പണിയൊന്നുമില്ല, ഞാൻ അവർക്കൊന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല, അതിൻ്റെ ആവശ്യം എനിക്കെന്താ? അപ്പം അതാണ്. അലീന ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതെ, പപ്പ എത്ര ഈസിയോടെ കൂടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. പപ്പ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. പപ്പ പറഞ്ഞില്ലേ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ഇത്രയും നാളും ഈ അനാഥാലയ എന്നെ ഇവിടം വരെ എത്തിച്ച, ഈ 23 വർഷക്കാലം എന്നെ നോക്കി വളർത്തിയത് അനാഥാലയവ, അത് മറന്നു പോവരുതെന്ന് പറഞ്ഞു. ഒരു നിമിഷം സ്റ്റാൻലി അന്തം വിട്ട് ഇങ്ങനെ ഞെട്ടലോട് നോക്കി. സ്റ്റാൻലിക്ക് ദേഷ്യം വന്ന പോലെ സ്റ്റാൻലി പെട്ടെന്ന് പോയി ജീപ്പിലേക്ക് അങ്ങോട്ട് കയറി. അപ്പോഴേക്കും അവത് കുടിച്ചാൻ വന്നിട്ട് പറഞ്ഞു, അവന് ദേഷ്യം വന്നെന്നാ തോന്നേ. ദേഷ്യമോ? ദേഷ്യം വരുന്നതല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി ദേഷ്യം വരുന്ന നല്ലത് എൻ്റെ വല്യപ്പച്ചാന്ന് പറഞ്ഞു. ദേഷ്യത്തെ നിയന്ത്രിക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാൻലി നീട്ടി ഹോൺ അടിക്കുകയാണ്. ദേ വിളിക്കുന്നുണ്ട്, ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ വന്ന് ജീപ്പിലേക്ക് കയറി. പിന്നീട് അവർ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങോട്ട് പോരുവാണ്. കുറച്ച് ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓഫീസിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഓഫീസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ഞാനൊന്ന് ഓഫീസിൽ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞു. എന്തിനാ? അവിടെ എന്ത് കാഴ്ച കാണാനായിട്ടായിരിക്കുന്നേ? 3-4 പേര് കസാരയ്ക്ക് ചുറ്റിട്ട് ജോലി ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അവത് കുടിച്ചാൻ പറഞ്ഞു, നീ എന്തിനാടാ മോളോട് ദേഷ്യപ്പെടുന്നേ? അവൾ ഇതൊക്കെ കണ്ടിരിക്കേണ്ടതല്ലേ എപ്പോഴാണെങ്കിലും, അവളും കൂടെ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അല്ല അവിടെ വന്ന് എന്ത് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാനാന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സ്റ്റാൻലിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി അലീന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോഴേക്കും അവത് കുടിച്ചാൻ പറഞ്ഞു, എടാ അവൾ വരട്ടെ, നിനക്ക് എന്താ പ്രശ്നം? ശരി എനിക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലിയും കൂടെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ അവത് കുടിച്ചായും അലീനയും കൂടെ അവിടേക്ക് ഇറങ്ങുവാണ്. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് ഇറങ്ങി വന്നു.
അലീനയെ നോക്കി. ആ സമയത്ത് സ്റ്റാലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ മകളാന്ന് പറഞ്ഞു. ഓ അതല്ലേ, അല്ല ഞാൻ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു. വാ സാറേ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാലിയ പിന്നാലെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അത് കുടിച്ചാൻ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെ പഠിക്കുമായിരുന്നു പറഞ്ഞാൽ മതി. പഠിക്കുമായിരുന്നു അതേന്നേ, MAയോ PhDയോ BO അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതെന്താ സമയം? അങ്ങനെയൊക്കെ അങ്ങോട്ട് തട്ടി വിട്ടോ? അല്ല വേണ്ട, ഞാൻ UK പറഞ്ഞോളാം, വല്ല ലണ്ടനിൽ എവിടെയെങ്കിലും ആയിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? അപ്പോഴേക്കും അലീന ഒരു ചിരിയൊക്കെ ചിരിച്ചു. ആ സമയത്ത് ഒരു ലേഡി സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അകത്തേക്ക് കയറി വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ചെയറൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അലീനെ അത് കുടിച്ചാനും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് അത് കുടിച്ചാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ മകൻ്റെ സെറ്റപ്പ്? കൊള്ളാം, എല്ലാം അവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. അല്ല അപ്പം കുടുംബപരമായിട്ടൊന്നും കിട്ടിയില്ലേ? സ്വത്തുക്കളും കാര്യങ്ങളൊന്നും കിട്ടിയില്ലേ പപ്പായ്ക്കെന്ന് ചോദിച്ചു. കിട്ടിയായിരുന്നേ, അതൊക്കെ വിറ്റിട്ടാണ് ഇതുണ്ടാക്കിയത്. ഓ എന്നിട്ടാണോ പറയുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയതെന്ന്? അതെ, അവനത് അഭിമാന പ്രശ്നമാണ്, അതുകൊണ്ടാ. നീ ഇനി കൂടുതൽ അവനോട് ഇങ്ങനെയൊന്നും ചോദിക്കാനൊന്നും പോകല്ല, അതൊന്നും അവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതെ, ചെറിയ തിരുത്തലുകളൊക്കെ നല്ലതല്ലേ വല്യപ്പിച്ച ഇനി ചോദിച്ചു. അത് ശരിയാന്ന് പറഞ്ഞു. അലീന ഒരു ചെറിയ ചിരി ഇടിച്ചു. അവത് കുടിച്ചാനും നോക്കി. അവത് കുടിച്ചാനും മനസ്സിലായി അലീനയുടെ മുമ്പിൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം. അങ്ങനെ പിന്നീട് സ്റ്റാൻലി അവിടുത്തെ ചില കണക്കുകളൊക്കെ നോക്കണം. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനെ ദേഷ്യത്തോടുകൂടി നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേപ്പേഴ്സുകളിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് അലീനയുടെ അവധി കുടിച്ചതിൻ്റെ അടുത്തേക്ക് ആ ലേഡി സ്റ്റാഫ് വന്നിട്ട് അവിടുത്തെ 1-2 സ്റ്റാഫുകളെ പരിചയപ്പെടുത്തുവാണ്. അങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവരിലൊരാൾ അലീനയോട് ചോദിച്ചു, ഇപ്പം എന്ത് ചെയ്യുക, പഠിക്കുവാണോ എന്ന് ചോദിച്ചു. അലീനയോട് പഠിത്തമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. അല്ല ജോലി? ഓ ജോലിക്ക് വേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോഴേക്കും അവധി കുടിച്ചാൻ പറഞ്ഞു, അതെ ഇവൾ ഇനിയിപ്പോൾ ഇവളുടെ പപ്പാനെ സഹായിക്കാമെന്ന് വിചാരിച്ചിരിക്കുക, അതിന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. ഓ അതെന്തായാലും നല്ല കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒതുക്കുടിച്ചതിനോട് ചോദിച്ചു, അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്? അതെന്താ അങ്ങനെ? അല്ല ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ തന്നെയാന്നേ പോകുന്നതെന്ന് പറഞ്ഞു. അല്ല ഉറപ്പുണ്ടോ? ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാന്നല്ലാതെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അങ്ങനെ ഇത്തിരി ദൂരം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാലിൽ ജീപ്പ് നിർത്തിയിട്ട് ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. അങ്ങനെ അലീനയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുകൊണ്ടോ ഈ ഒഴുകിപ്പോന്ന് തോടണ്ടല്ലോ, അതിൻ്റെ താഴെ ഞാനൊരു ചെക്കിടാൻ പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുവേ. ചെക്കിടാമോ? അപ്പോൾ തോട്ടിലെ വെള്ളമെല്ലാം തടഞ്ഞു നിർത്തിയിട്ടല്ലേ? അതെ. അല്ല അതിന് അനുമതിയൊക്കെ കിട്ടുമോയെന്ന് ചോദിച്ചു. പഞ്ചായത്തിൻ്റെ അനുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെങ്ങനെ ശരിയാവും? അതൊക്കെ നമ്മൾ ചിക്കിയിൽ കൊടുത്ത് ശരിയാക്കി എടുത്തുന്നു. അതിനാണോ ഇവിടെ പ്രയാസം? അല്ല അപ്പോൾ അവർ തടസ്സങ്ങളൊന്നുമായിട്ട് വന്നില്ലേ? വന്നു, കുറേ തടസ്സങ്ങളൊക്കെ പറഞ്ഞു. പൈസ കൊടുത്താലാണോ? അല്ല അപ്പോൾ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കില്ലേ? അവരുടെ കണ്ണി പൊടിയിടാനായിട്ട് അടുത്തൊരു കുടിവെള്ള പദ്ധതി. അപ്പോഴോ കുറച്ച് ആൾക്കാർക്ക് വെള്ളം കൊടുക്കും, വെറുതെ ഒഴുകി പോകുന്നതല്ലേ? അതൊന്നും ഇച്ചിരി തടഞ്ഞു നിർത്തിയെന്ന് ഓർത്താൽ എന്താ കുഴപ്പം? നമ്മുടെ ഫാക്ടറിയിലേക്ക് വെള്ളവും കാര്യങ്ങളും വേണ്ടേ? അല്ല അപ്പോൾ അത് ഒഴുകിപ്പോവാന്ന് പറഞ്ഞു. മഴക്കാലത്ത് കുഴപ്പമില്ല, പക്ഷെ വേനൽക്കാലത്ത് ഈ കുടിവെള്ള പദ്ധതി പ്രകാരം ആൾക്കാർക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് പപ്പ, ഇതും കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റാലിൻ പറഞ്ഞു, അതെ വലിയ വ്യവസായശാലകൾ വരുന്നുണ്ട്, ഫാക്ടറികൾ വരുന്നുണ്ട്, അതുകൊണ്ടൊക്കെ കുറച്ച് ആൾക്കാർക്ക് ദോഷം കാണും, കുറച്ച് ആൾക്കാർക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതെ പപ്പ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരാൾക്ക് മാത്രമേ ലാഭമുള്ളൂ, അത് പപ്പായ്ക്കാന്ന് പറഞ്ഞു. വ്യവസായശാലകളൊക്കെ വന്നാൽ കുറേ ആൾക്കാർക്ക് അതും കൂടെ പ്രയോജനം ഉണ്ടാവും, പക്ഷെ ഇവിടെ പ്രയോജനം ഉണ്ടാകുന്ന ആർക്കാ? ഒരാൾക്ക് മാത്രം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയെ നോക്കിയിട്ട് ചോദിച്ചു, നീ വലിയ പാർട്ടിക്കാരിയാന്ന് തോന്നല്ലോ. അല്ല ആരാ നിന്റെ നേതാവെന്ന് ചോദിച്ചു. വലിയ ആദർശങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, എൻ്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ യേശുവാന്ന് പറഞ്ഞു. ലോകത്തിലെ 1ാമത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാലിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാലിൻ പെട്ടെന്ന് പോയി ജീപ്പിലേക്ക് കയറി. അത് കുടിച്ചാൻ ഒരൊറ്റ ചിരിയായിരുന്നു. പിന്നീട് പറഞ്ഞു, ബാ മോളെ പോയേക്കാം, ഇല്ലെങ്കിൽ അവനോ ഹോൺ അടിക്കും, അവന് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നേ. അങ്ങനെ അലീന അത് കുടിച്ചാനും പോയി ജീപ്പിലേക്ക് കയറി. സ്റ്റാലിൻ മൈൻഡ് ചെയ്യാതിരുന്ന് നല്ല സ്പീഡിൽ തന്നെ ജീപ്പ് പായിക്കുവാണ്. ഇടയ്ക്ക് അലീന സ്റ്റാലിനെ നോക്കി, ഭയങ്കര ദേഷ്യത്തിലാണ്. പെട്ടെന്ന് ഗിയർ മാറ്റിക്കൊണ്ടിരുന്ന സ്റ്റാലിയുടെ കയ്യിലേക്ക് അലീന കയറി ഒന്ന് പിടിച്ചു. ആ കൈയിന്മേൽ തൻ്റെ കൈ വെച്ചു. കുറച്ച് സമയം സ്റ്റാലിൻ ഒന്നും മിണ്ടിയില്ല. പിന്നീട് വണ്ടി സൈഡ് ഒതുക്കി നിർത്തി. എന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അലീനെ നോക്കണം. അതെ, ഞാൻ ചെക്കിടാൻ പോണേന്നില്ല, പോരേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് കുടിച്ച് ഞാനൊരു അന്താളിപ്പോട് കൂടിയിട്ടാണ് അലീനയെ നോക്കുന്നത്. അലീന ചെറിയൊരു ചിരി പാസാക്കി സ്റ്റാലിനെ നോക്കിയിട്ട്. പിന്നീട് സ്റ്റാലിൻ വണ്ടി എടുത്തു. അവധി കുടിച്ച് ഞാനൊന്നും മനസ്സിലായില്ല. ഒരു കാര്യം മനസ്സിലായി,
സ്റ്റാലി അലീനയുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. അവൾ പറയുന്ന ന്യായമായ കാര്യത്തിന് മുന്നിൽ അയാൾ സമ്മതം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.